അന്നിന്റെ രാവിലത്തെ സുബഹിന്റെ ജമാഅത്തിന്റെ സമയം സ്വഹാബാക്കൾ നമസ്കരിക്കുന്ന വേണ്ടി നിൽക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ സ്വഹാബത്തിനെ വീട്ടിൽ നിന്ന് നോക്കിക്കാണുകയാണ്. റസൂലുള്ള തന്നെ തങ്ങളെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സ്വഹാബത്ത് അള്ളാന്റെ റസൂലിന് രോഗത്തിന് ശമനമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മദീനയുടെ പല ഭാഗങ്ങളിലേക്കും അവര് പോകുകയാണ്. എന്നാലും നിന്റെ ലുഹാ സമയം ഇങ്ങ് കടന്നു വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അതാ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന രംഗമാണ്. റസൂലുള്ളാഹിന്റെ വീട്ടിലെ സ്ത്രീകളല്ലാതെ ബാക്കിയില്ലാത്ത സമയമാണ്. റൂഹ് പിടിക്കാനായി ഒരുങ്ങുന്ന രംഗത്തില് ഈ സമയത്തതാ പ്രവാചകന്റെ വീട്ടിലേക്ക് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ പോക്കറ്റിലിരിക്കുന്ന അറാക്കിലേക്ക് റസൂലുള്ളാഹി ആംഗ്യം കാണിക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വായിൽ വെച്ച് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹിന്റെ പല്ല് തേച്ച് കൊടുക്കുമ്പോ എന്നിട്ട് പറഞ്ഞില്ലേ, അവസാനമായി റസൂലുള്ളാഹിന്റെ ഉമിനീരുമായി ചേർന്നത് എന്റെ ഉമിനീരാണെന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, അറബി ഖുത്ബയിലെ മർമ്മഭാഗമാണ്. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിൽ കൈമുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ വേദനയുടെ കാഠിന്യം കൊണ്ട് കൈകാലുകൾ ഇങ്ങനെ നീട്ടുകയും വലിക്കുകയും ചെയ്യുകയാണ്. നെറ്റിത്തടം വല്ലാതെ വിയർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ, അള്ളാന്റെ പ്രവാചകരോട് പറഞ്ഞില്ലേ, വാ കർബാബാ, വാ കർബാബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്. റസൂലുള്ളാഹിന്റെ കരളല്ലേ ഫാത്തിമ, കിതാതു കബദി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പറഞ്ഞു. അതേ ഫാത്തിമ ബി പറയുന്നു, വാ കർബാബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്, എന്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്. റസൂലുള്ളാഹി പറയുന്ന, മോളെ ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാല് വാപ്പാക്ക് വേദനയില്ല മോള്. റസൂലുള്ളാഹിന്റെ നാവിലൂടെ ദിക്ർ വീഴുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആയിഷ ബീവി ചോദിച്ചില്ല, നബിയേ, അങ്ങേക്ക് വേദനയുണ്ടോ റസൂലേ എന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവിയോട് റസൂൽ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? യാ ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ. ഇതുകൂടെ പറഞ്ഞ് പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയരുകയാണ്. ഉന്നതരായ രക്ഷിതാവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹിന്റെ കൈകൾ താഴോട്ട് വീഴുകയാണ്. വിട പറഞ്ഞു പോയി ഈ ലോകത്തോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് പ്രവാചകന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയുമ്പോ മുഖത്തിതാ കണ്ണുനീരൊലിച്ച റസൂലുള്ളാഹിന്റെ കവടത്ത് വന്ന് വീഴുമ്പോ അത് തുടച്ച് തിരിഞ്ഞു നോക്കുമ്പോ ഊരിപ്പിടിച്ച വാളുമായി ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കാ. ഊരിപ്പിടിച്ച വാളുമായി തലയറുക്കും അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായെന്ന് പറയുന്നവന്റെ ആരാ ഉമർ എന്നറിയോ? കിസ്റാപ്പനിക്കും കൈസറും വിറക്കുന്നതാ, മിസ്രീമു കൗകിസ് കേട്ടുടഞ്ഞിട്ടുന്നതാ, അവരാണ് അമീർ മുഅ്മിനീൻ ഉമറല്ലോ. കിസ്റ കൈസർ ചക്രവർത്തിമാരുടെ മുട്ടിടിക്കുന്ന ഭരണാധികാരി ഉണ്ടെങ്കിലോ സാക്ഷാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ ഹബീബ് വഫാത്തായി എന്ന് പറയുന്നവർ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോ ഉമർ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി കൊടുക്കുമ്പോ ആ കൈ തടന്ന് വാള് താഴെ വീണു പോയി. ഒരു കൊച്ചുകുട്ടിയെ പോലെ അബൂബക്കറിന്റെ ഷോൾഡറിലേക്ക് വന്ന് വീഴുമ്പോ സ്വഹാബാക്കൾ മുഴുവനും പൊട്ടിക്കരഞ്ഞ ദിവസമുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ ജീവിതത്തില് ഏറ്റവും വലിയ നൊമ്പരം അനുഭവിച്ച റബീഉൽ അവ്വൽ 12ന്റെ ദുഹാ സമയമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, റോഡ് മുഴുവൻ മധുര പലഹാരങ്ങളായി, മുദ്രാവാക്യങ്ങളായി, പാട്ടുകളായി, പായസങ്ങളായി, റോഡ് മുഴുവൻ നീ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോ
അള്ളാന്റെ ഹബീബിനെ മറന്നുപോയോ? അള്ളാന്റെ ഹബീബിന്റെ നൊമ്പരത്തെ നീ മറന്നുപോയോ? അള്ളാന്റെ ഹബീബിനോട് എവിടെയാ നിനക്ക് മഹബത്തുണ്ടായതോ? എവിടെയാ അള്ളാന്റെ റസൂലിനോട് സ്നേഹമുണ്ടായതോ? സ്വഹാബാക്കളുടെ മാനസികാവസ്ഥ അറിയോ നിങ്ങൾക്കോ? അന്ന് പ്രവാചകന്റെ കൂടെ 10 കൊല്ലക്കാലം സേവനമനുഷ്ഠിച്ചിരുന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ ഖബർ മറമാറിയിട്ട് തിരിച്ചു വരുമ്പോ അവിടുന്ന് ഫാത്തിമ ബീവി ചോദിച്ചു, അനസേ, അള്ളാന്റെ ഹബീബിന്റെ ദേഹത്തിൽ മണ്ണിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ അനസേ? ഈ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞങ്ങളുടെ മനസ്സ് വെറുക്കുകയായിരുന്നു, ഞങ്ങളുടെ കൈകൾ വിറച്ചു പോവുകയായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ സ്വഹാബത്ത് സങ്കടപ്പെട്ടു പോയ ദിവസമാണെങ്കിലോ എങ്ങനെ കഴിയും പ്രിയപ്പെട്ട മുസ്ലിമേ നമുക്ക് ആഘോഷിക്കാൻ?